നിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരും സമ്മാനം പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പൊന്നാര കാറ്റിന്റെ സഞ്ചാരം ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറൂണിന്റെ സന്തോഷം ചാനൽ. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ അത്തപ്പൂക്കളൊക്കെ ഇടാനായിട്ട് തന്ത്രപ്പാടിലാണ്. നമുക്ക് വഴിയെ കാണാം. ഉത്രാടത്തിൻ്റെ അന്നാണ് ഏട്ടന് ലീവ് കിട്ടിയത്. അപ്പോൾ നമുക്ക് അവിടെ നിന്നാണ് കുണൂരിൽ നിന്ന് ഉത്രാടത്തിൻ്റെ അന്നാണ് വരുന്നത്. അപ്പോൾ നേരെ നമ്മൾ എറണാകുളത്തുള്ള അച്ചാച്ചൻ്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പം ഉത്രാടം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും റോഡിലൊക്കെ. അപ്പോൾ നമ്മൾ കൊല്ലത്തേക്ക് പോകാൻ ഡിലേ ആവുന്നത് കൊണ്ട് നമ്മൾ അച്ചാച്ചൻ്റെ വീട്ടിൽ തന്നെ അന്ന് തങ്ങി. അവർ നമ്മളെ നാട്ടിലേക്ക് വിട്ടില്ല. അപ്പോൾ തിരുവോണം ഞങ്ങൾ അവിടെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ രാവിലെ നമ്മൾ എണീറ്റിട്ട് അത്തപ്പൂക്കളമൊക്കെ ഇടാനുള്ള ആ ഒരു ഒരുക്കത്തിലായിരുന്നു. അപ്പോൾ അച്ഛന് 3 മക്കളാണുള്ളത്. അപ്പോൾ 2 പെൺകുട്ടികളാണ്. അപ്പോൾ അവർ പൂക്കളൊക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇടാനായിട്ട്. അപ്പോൾ രാവിലെ അവൾ പൂവിൻ്റെ അത്തപ്പൂക്കളം വരയ്ക്കാനുള്ള ഡിസൈനൊക്കെ കണ്ടുപിടിച്ചിട്ട് ചെറിയൊരു പൂക്കളം. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ കൂടിയിട്ട് അത്യാവശ്യം ഒരു നല്ലൊരു പൂക്കളമൊക്കെ സെറ്റ് ചെയ്തു. നിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരും സമ്മാനം പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പൊന്നാര കാറ്റിന്റെ സഞ്ചാരം ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറൂണിന്റെ സന്തോഷം ഞങ്ങൾ 3 കൂടി ചേർന്ന് അത്തപ്പൂക്കളമൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളൊരു കുഞ്ഞു പൂക്കളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊരു പൂക്കളമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടി ആയിരുന്നു രാവിലെ തന്നെ എണീറ്റ് പൂക്കൾ ഇടുക എന്നുള്ളത്. അതിനുശേഷമാണ് നമ്മൾ കിച്ചണിലേക്ക് പോയത്. അപ്പോഴത്തേക്ക് കുഞ്ഞമ്മയും കൊച്ചച്ഛനും കൂടി കിച്ചണിലെ ഡ്യൂട്ടീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളും കൂടി ചെന്നിട്ട് അവരെയും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്തു. അപ്പോഴത്തേക്ക് അച്ചാച്ചൻ പച്ചക്കറികളൊക്കെ അരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ അച്ചാച്ചൻ അമൃത ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് കുഞ്ഞമ്മ ഹൗസ് വൈഫാണ്. അപ്പോൾ അവരെയും കൂടി നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് പോയി. എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് വേണ്ട സദ്യകളൊക്കെ ഒരുക്കി. അതിനിടയിൽ അച്ചാച്ചൻ്റെ കുറേ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തേടി അലഞ്ഞു നടന്നു പോർക്കളം തന്നിലായി ചെന്നങ്ങു നിന്നു മേദിനി ഞെട്ടി നിന്നു മേഘനാഥൻ മരിച്ചു മേഘം മറഞ്ഞൊഴിഞ്ഞു പോർക്കളം ഞെട്ടി നിന്നു തലയില്ല ഇന്ദ്രജിത്തിന്റെ ശരീരം കെട്ടിപ്പിടിച്ചു കരഞ്ഞൊരു നേരം അമ്മതൻ ജീവന്റെ ജീവനാമുത്തെ ധീരനാം ചിത്തെ എന്തു കിടപ്പാണടാ കണ്ടു ചങ്കു തകരുന്നടാ നിൻ ശിരസ്സെങ്ങു പോയി അമ്മയ്ക്ക് ഉമ്മയേകാൻ. അങ്ങനെ എല്ലാവരും കൂടി ഒത്തുചേർന്നപ്പോൾ ഓണം ഒരു നല്ല ഒരു പൊളി വൈബ് തന്നെയായിരുന്നു. അച്ചാച്ചൻ്റെ പാട്ടും എന്താ പറയുക, അടുക്കളയിലുള്ള കലപില കൂട്ടലും. കുഞ്ഞമ്മ അടുക്കളയിൽ ഫുൾ ബിസി ആയിരുന്നു കേട്ടോ ഫുഡെല്ലാം തയ്യാറാക്കാൻ. അങ്ങനെ നമ്മൾ കറികളൊക്കെ റെഡിയായി നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അങ്ങനെ ഇലയൊക്കെ വിളമ്പിയിട്ട് എല്ലാവരും കറിയൊക്കെ സെർവ് ചെയ്യാണ്. കവിളത്ത് കുറുമ്പിന്റെ കുളിരും സമ്മാനം പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പൊന്നാര കാറ്റിന്റെ സഞ്ചാരം ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറൂണിന്റെ സന്തോഷം പൂങ്കോടക്കണ്ണിൽ മഷിമിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരും സമ്മാനം പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പൊന്നാര കാറ്റിന്റെ സഞ്ചാരം ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറൂണിന്റെ സന്തോഷം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തിരുവോണ
ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ. കടക്കണ്ണിൽ മഷി